ഇന്നത്തെ സ്പെഷ്യൽ ചന മസാലയാണ് കേട്ടോ. ഇത് പത്തിരിക്ക് നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ വലിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊന്ന് വഴണ്ടി വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട മസാലകൾ നമ്മൾ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമ്മൾ ചനയൊക്കെ ഇവിടെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വെന്തത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് 2 സ്പൂൺ ഞാൻ എടുക്കുന്നുണ്ട്. അതിലേക്കൊരു 1.25 സ്പൂണ് നമ്മുടെ തൈരുണ്ടല്ലോ, നല്ല തൈരും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ തക്കാളി ഉണ്ടല്ലോ, അത് ഞാനൊന്ന് അരച്ചെടുത്തതാണ് കേട്ടോ. അതും അതിലേക്കിട്ട് ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊന്ന് വഴണ്ട് വരുമ്പം നമ്മൾ വേവിച്ച് വെച്ച ചന ഉണ്ടല്ലോ, അത് ചാറോട് കൂടിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് രണ്ടും കൂടി ചേർന്നൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ച കടല ഉണ്ടല്ലോ, കടലയും തൈരും കൂടി അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് തിളച്ച് വന്നപ്പം നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് പെരിഞ്ജീരകം ഉണ്ടല്ലോ, പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി ചന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നമ്മുടെ പൂരിക്കൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ടെങ്കിലും തൈര് ചേർത്തിട്ട് ഉണ്ടാക്കല്ലായിരുന്നു, കടല മാത്രം അരച്ചിട്ടേന് ഉണ്ടാക്കില്ല. ഇത് ഞാൻ തൈര് ചേർത്തിട്ട് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.